മറുനാടൻ മലയാളി സാജൻ സ്കറിയ വിഷയത്തിൽ എന്തുകൊണ്ടൊരു വീഡിയോ കണ്ടില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് വ്യക്തികൾ, മാത്യൂസ് കൊല്ലപ്പള്ളി ആൻഡ് ഷിയാസ് ഇസ്മായിൽ ആലയ്ക്കൽ, ഈ രണ്ട് വ്യക്തികളാണ് ഇതിൽ ഒന്നും രണ്ടും പ്രതിസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ലൈറ്റായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം, കോംപ്ലക്സ് ആക്കുന്നില്ല. ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വൈഫ് കല്യാണം കഴിഞ്ഞൊരു 2 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ മറുനാടൻ വീഡിയോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു ന്യൂസൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിയ പക. ഓക്കെ, മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു ആനപ്പക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സാധനങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഭാര്യ മരിച്ച സമയത്ത് ഭർത്താവായ തനിക്കെതിരെ വ്യാജമായ ആരോപണം ഒരു ന്യൂസായിട്ട് കൊടുത്തതിൻ്റെ പകയാണ്. ആനപ്പക അങ്ങനെയാണല്ലോ, മനസ്സിൽ വെച്ച് അങ്ങോട്ട് തീർക്കും, വർഷങ്ങളായാലും അത് മാറില്ല. അപ്പം അങ്ങനെ പക തീർത്തതാണ് ഷാജൻ സ്കറിയോട് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഡീറ്റെയിൽസ്. എന്നാൽ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി പറയുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പിണറായിസത്തിൻ്റെ ഗുണ്ടായിസമാണ്. ഓക്കെ, നമുക്കൊക്കെ അറിയാം ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ വ്യക്തി വീഡിയോ ചെയ്യുന്നത് ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 9 വീഡിയോയും പിണറായിസത്തിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒക്കെ നമ്മൾ കണ്ടതാണ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തതും, അങ്ങനെ പല രീതിയിൽ UK എയർപോർട്ടിൽ വെച്ച് അടി കിട്ടിയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസുകൾ 120-ൽ കൂടുതൽ കേസുകൾ ഈ വ്യക്തിക്കെതിരെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു എന്താ പറയുക, ഒട്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ പിണറായിസം സിസ്റ്റം. മനസ്സിലായില്ല. അപ്പോൾ ഞാനും അതിനെതിരെ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിനെതിരെ വീഡിയോ ചെയ്യുകയാണ്. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പൊട്ടയായ കാര്യങ്ങൾ നാട്ടുകാർക്ക് ഡെലിവർ ചെയ്യുന്നൊരു സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നടുറോട്ടിൽ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് ഈ സിസ്റ്റം മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള രീതിക്ക് നമ്മളും ചിന്തിക്കും അല്ലേ. അപ്പോൾ ഈ വിഷയം ആദ്യം കേട്ട സമയത്ത് മറുനാടനാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി സംസാരിക്കുന്ന വിഷയത്തിൻ്റെ മുകളിലൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്. പിണറായിസത്തിനെതിരെ സംസാരിച്ചു, ഒരു ഗൂഢാലോചന നടത്തി അയാളെ വക വരുത്താൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു കൊട്ടേഷൻ സംഘം 4-5 ആളുകൾ ചേർന്ന് ഫണ്ടഡായിട്ട് ഇയാൾ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. ഇത് തന്നെയാണ് ആ ഒരു വേർഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാദ്യം ഷാജൻ സ്കറിയ പറയുന്നത് തന്നെ നമുക്ക് നോക്കാം. അതിൽ ഈ മാത്യു കൊല്ലപ്പള്ളിയെക്കുറിച്ചിട്ടും അദ്ദേഹം അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ആ പോർഷൻ ഒന്ന് കാണാം. കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയിൽ 127 കേസുകൾ എനിക്കെതിരെയുണ്ട്. ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന കേസുകളാണ്. സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട്. 5 ഹൈക്കോടതികളിൽ എനിക്കെതിരെ കേസുണ്ട്. ഡൽഹിയിലുണ്ട്, കർണാടകയിലുണ്ട്, മുംബൈയിലുണ്ട്, ലക്നൌവിലുണ്ട്, കേരള ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതിയിലൊന്നും സാധാരണഗതിക്ക് നേരിട്ട് കേസ് പോകത്തില്ല, പക്ഷേ അതാണ് സ്ഥിതി. അപ്പോൾ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു. അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു. അതിന് നിയമപരമായി എന്നെ പൂട്ടാൻ പറ്റത്തില്ല എന്നവർക്ക് ബോധ്യമാകുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് താങ്കളോട് സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു? 2, ഈ മാത്യൂസ് കൊല്ലപ്പള്ളി താങ്കളോട് എന്തെങ്കിലും നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട്. മാത്യൂസ് കൊല്ലപ്പള്ളി എനിക്ക് നേരത്തെ അറിയത്തില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് അയാൾക്കൊരു വൈരാഗ്യം ഉണ്ടെന്ന് 2020. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവും, അപ്പോഴെനിക്ക് അത് ശരിയാണ്. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പത്രങ്ങളും ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പം മനോരമയുടെ ലിങ്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു, ഒരു ഡോക്ടറായിരുന്നു, 3-4 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇയാളൊരു ഗുണ്ടയാണെന്ന് അറിയാതാണ് അവർ വിവാഹം കഴിച്ചിരുന്നത്. പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി എനിക്കൊന്ന് വിവാഹം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞ് ഇവർ മരിച്ചു. ഇതെല്ലാവരും കൊടുത്തോളം ഞങ്ങളും കൊടുത്തു. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, മക്കളെ നമ്മൾ ഞാൻ പലപ്പോഴും കാലിക വിഷയങ്ങൾ സാമൂഹിക പ്രസക്തിയിൽ പറയാറുണ്ട്. അപ്പോൾ ഞാൻ മക്കളിങ്ങനെ ഗുണ്ടകളുടെയും ലഹരിക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൃത്യമായി എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇയാൾ ചെയ്തത് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്ത വാർത്തയാണ്, ഞാനും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അതിനകത്ത് വ്യാജ വാർത്തയൊന്നുമല്ല. അത് എല്ലാ പത്രങ്ങളിലുണ്ട്. മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം, ഡോക്ടറായിരുന്നു, ആ നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇയാൾക്ക് പിന്നെ CPM പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ. CPM നേതാക്കളുടെ ഫോട്ടോ മാത്രമല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയും അയാളുടെ അമ്മാവനും ഇവിടെ ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ പോലീസ് അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, വലിയൊരു പ്രോജക്റ്റ്. അതിൻ്റെ സൂപ്പർവൈസറും അതിൻ്റെ നടത്തിപ്പുകാരൻ ഇവനാണ്.
അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് വളരെ കൃത്യമായ പ്രൊട്ടക്ഷൻ പായ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രാദേശികമായി എനിക്ക് തോന്നുന്നു ഫൈസൽ എന്നോ മറ്റോ തോന്നുന്നു ഒരു CPM ഇവിടുത്തെ ഒരു നേതാവ്. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, എന്നോട് പറഞ്ഞത് എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഇദ്ദേഹം വളർന്നു വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു യാതൊരു ബന്ധവും എനിക്കില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഷാജൻ സ്കറിയ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇതിൽ എനിക്ക് തോന്നിയൊരു ഡൗട്ട് ഞാൻ പറയാം. 2000 ആനപ്പകയാണെങ്കിൽ ആനപ്പക ഓക്കെ, 2022 ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അതിൻ്റെ മുകളിൽ ഈ മറുനാടൻ ചെയ്ത ഒരു ന്യൂസ്. ഓക്കെ, ആനപ്പക പോലെ ഇത് മനസ്സിൽ വെച്ച് 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 ഇയാളെ എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർക്കുമെന്ന് പറഞ്ഞ് റിവെഞ്ച് എടുക്കാൻ നടക്കുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി, ഓക്കെ, ഭർത്താവ്. ഇയാൾ നടു റോട്ടിൽ ഇത്രയും പട്ടാപ്പകല് ചെയ്യൂ, ഞാൻ ചോദിക്കുന്നത് പട്ടാപ്പകല് ചെയ്യൂ. ഇപ്പോൾ ഇവർ കൊല്ലാൻ വന്നതാണ് എന്നുള്ളതിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഉറപ്പൊന്നുമില്ല. ഇത് കൊല്ലാൻ വന്നതൊന്നുമല്ല. ഇയാൾക്കിട്ട് 2 പൊട്ടിക്കണം, മനസ്സിലായോ? ഇയാളെ ഒന്ന് പേടിപ്പിക്കണം, ഇയാൾക്കിട്ട് 2 പൊട്ടിക്കണം. ഇതാണ് ബേസിക് ലൈൻ. ഞാൻ ഒരിക്കലും ഇതിൻ്റെ ബാക്കിൽ മറ്റേ പിണറായിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പിണറായിസത്തിനെതിരെ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള ക്ലെയിമുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ പോലീസ് അന്വേഷണവും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷെ എനിക്കിതിലൊരു ലോജിക്കില്ലായ്മ മനസ്സിലായത്, ഈ 2 വർഷം 3 വർഷം ബാക്കിൽ നടന്നൊരു സംഭവത്തിൻ്റെ മുകളിൽ ആനപ്പക പോലെ ഒരാളിത് മനസ്സിൽ വെച്ച് അയാൾ ഈ പറഞ്ഞ വ്യക്തിയെ കൊല്ലാൻ മാത്രം ഇത്ര ഒരു പ്ലാനിട്ട്, അങ്ങനെ പ്ലാനിട്ട് വരുന്നവൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് കോൺവോ പോകുന്ന സമയത്ത് അതിനെ വിലങ്ങിട്ടിട്ട് ഇത്രയും നാട്ടുകാരും ഈ കല്യാണത്തിൻ്റെ ആൾക്കാർ നോക്കി നിൽക്കുക, വണ്ടി കയറിയിട്ട് തല്ലുക. കൊല്ലാനുള്ളവരാണെങ്കിൽ ആദ്യം ഡോറ് തുറന്ന് തല്ലൊന്നുമില്ല, ആദ്യം കത്തിരുത്ത് പള്ളക്ക് കയറ്റി പോയിട്ടുണ്ടാവുക വഴിക്ക്, മനസ്സിലായ? അത്ര ആനപ്പക ഉള്ള ഒരാളാണ്. ആനപ്പകയാണ് മനസ്സിൽ, അല്ലെങ്കിൽ ഈ 2-3 വർഷം മുമ്പ് ഭാര്യ മരിച്ച സമയത്ത് തന്നെക്കുറിച്ചൊരു വ്യാജ വാർത്ത ചെയ്തൊരു വ്യക്തിയെ തീർക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാതാ ഡോർ തുറന്നു ആദ്യം പള്ളക്ക് കത്തിയേറ്റിണ്ടാവും ടൂൾസും കൊണ്ട്. അല്ലാതെ 10 ആളെ വിളിച്ചു കൂട്ടി അവിടെ ഒരു അടി ഉണ്ടാക്കി അയാളെ വലിച്ച് റോട്ടിലിടണം എന്നുള്ള പ്ലാനൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവിടെയാണ് എൻ്റെ ഡൗട്ടുള്ളത്. അതായത് ഇവിടെ എവിടെയെങ്കിലും ഇവരെ ഉപയോഗിച്ചോ ആരെങ്കിലും, മനസ്സിലായോ? ഓൾറെഡി ഷാജൻ സ്കറിയോട് ഒരു ദേഷ്യവും പകയുള്ള ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ മുതലെടുത്ത് കാണും. ഇതിപ്പോൾ ഇവിടുത്തെ സിസ്റ്റം പിണറായിസത്തിൻ്റെ അണ്ടറിലായതുകൊണ്ട് ഇതൊന്നും നിയമപരമായിട്ട് അന്വേഷിച്ച് എവിടെയും തെളിയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ സ്കീം. ഇനി മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, മറുനാടനിൽ ഞാൻ കണ്ടിടത്തോളം ആ ടൈമിൽ വന്ന ന്യൂസിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇത് ഭയങ്കര, ഇപ്പോൾ നമ്മൾ പല ന്യൂസും കണ്ടിട്ടുണ്ട്. ഒരു ആണും പെണ്ണും കല്യാണം കഴിച്ച് ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവിന് സംശയം തോന്നുകയോ അല്ലെങ്കിൽ ഭർത്താവിലേക്ക് സംശയത്തിൻ്റെ നിഴലെത്തുന്ന സമയത്ത് സീരീസ് ഓഫ് വീഡിയോസ് വരാറുണ്ട്, മനസ്സിലായില്ലേ? ഇഷ്ടം പോലെ വീഡിയോസും പോസ്റ്റുകളൊക്കെ വന്ന് അങ്ങനത്തെ കുറേ സംഗതികൾ നമ്മൾ ഇപ്പോഴും റെഗുലറായിട്ട് കാണുന്നൊരു വിഷയമാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ മരിച്ച ഇൻസിഡൻറ്റിൻ്റെ മുകളിൽ അങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഇല്ല. എല്ലാ മീഡിയാസും ഇതേപോലെ ഒരു 2 മാസം കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ മരിച്ചപ്പോൾ ഇയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഈ ഭർത്താവിന് ഉള്ളത് കൊണ്ട് അതിൻ്റെ മുകളിലൊരു സംശയം പോലെ കുറേ ആർട്ടിക്കിളും കുറേ ന്യൂസും ചെയ്തു എന്നല്ലാതെ ഇതിൻ്റെ മുകളിൽ എവിടെയും ഇയാൾ തന്നെ എന്നുള്ളത് ഇങ്ങോട്ട് എന്താ പറയുക സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ന്യൂസ് ചെയ്ത് ഇവൻ തന്നെ കൊലയാളി എന്നുള്ള രീതിക്ക് ആരും പറഞ്ഞ് പോർട്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, അവിടെയാണ് എൻ്റെ സംശയം ഞാൻ വരുന്നത്. ഇയാൾക്ക് ഉണ്ടാവാം ദേഷ്യമോ പകയോ ഷാജൻ സ്കറിയോട് ഉണ്ടാവാം. പിന്നെ ഷാജൻ സ്കറിയെ ഞാൻ പറഞ്ഞ ആനപ്പക വെച്ച് തീർക്കാനാണെങ്കിൽ ഒറ്റ കുത്തിന് തീർത്തിട്ടും പോയിട്ടുണ്ടാവും. അതാണ് ആനപ്പക, മനസ്സിലായില്ല? അല്ലാതെ നടുറോട്ടിൽ മറ്റേ റോക്കി ബായ് ആവാൻ വേണ്ടിയിട്ട് 10 ആളെ കൂട്ടി തല്ലി പിന്നെ വലിച്ചിട്ട് പിന്നെ അടിച്ച് ഇതല്ല സ്കീം. ഇനി ഈ ഒരു വിഷയത്തിൽ ഇവനിപ്പോൾ ഈ ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഇയാൾ ഒറ്റയടിക്ക് തീർത്തില്ല എന്ന് വിചാരിച്ചു. ഇയാളെ തീർത്തതിന് ശേഷമാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ത് ചെയ്യുന്നത്, ഈ പരിപാടികൾ ഫുൾ ആനപ്പക കണ്ട് തീരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇയാളുടെ ഈ ന്യൂസുകളൊക്കെ എന്താണെങ്കിലും പുറത്തു വരും, ഇല്ലേ? ഇത് തീർത്തത് മാത്യൂസ് കൊല്ലപ്പള്ളിയാണ്, ഭാര്യ മരിച്ചതിൻ്റെ മുകളിൽ ഒരു ഇവർ ചെയ്തൊരു ന്യൂസിൻ്റെ മുകളിലാണ് ഇയാളെ പോയി കുത്തിയത് തീർത്തത് എന്നുള്ളതായിരിക്കും ന്യൂസ് വരിക. ഇതിപ്പോൾ എന്താ മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് പറ്റിയേ? 3 വർഷം മുമ്പ് ഭാര്യ മരിച്ച ഇൻസിഡൻറ്റ് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നു. ഷാജൻ സ്കറിയക്ക് എന്താ പോയോ? ഒന്നും പോയില്ല. അയാൾക്ക് 2 അടി കിട്ടി, അയാൾ ആ സീറ്റിൽ നിന്ന് മാറി അപ്പുറത്തേക്ക് ചാടി, കാര്യമായ പരിക്കും അയാൾക്കൊന്നും സംഭവിച്ചില്ല. അയാൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അയാൾ പുറത്തിറങ്ങി. മാത്യൂസ് കൊല്ലപ്പള്ളി വീണ്ടും പ്രതിയായത് മാത്രമല്ല അയാളുടെ ആ സ്റ്റോറി, ഭാര്യ മരിച്ചപ്പോൾ ഉള്ള സ്റ്റോറി വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കഴിഞ്ഞ ആ ഒരു പ്രാവശ്യം ഭാര്യ മരിച്ച സമയത്ത് 2022 വന്നതിനേക്കാൾ കൂടുതൽ എസ്കലേറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു,
ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ആർക്കാ നഷ്ടം? ഇനി ഒരു ആനപ്പകയോ അല്ലെങ്കിൽ ദിനോസർ പകയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു തിമിംഗല പകയോ കേട്ട് വഞ്ഞി നടക്കുമോ? അതുകൊണ്ട് എനിക്ക് ഈ ആനപ്പകയിലോ അല്ലെങ്കിൽ ഇത് ഭാര്യ മരിച്ചപ്പോൾ ന്യൂസ് കൊടുത്തതിൻ്റെ മുകളിലുള്ള ദേഷ്യമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഈ സാധനം തോന്നുന്നില്ല. ഇത് ഇവനൊരു ലൈറ്റായിട്ടുള്ളൊരു ദേഷ്യം ഇവൻ ആരോടുണ്ട്? ഷാജൻസ്കറിയോടുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുത്തൻ കണ്ടാ കട്ടിയ ഷാജൻസ്കറിയൊക്കെ ഒന്ന് കൊടുക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടി അനുഭാവി അല്ലെങ്കിൽ പാർട്ടിക്കാരനായിട്ടുള്ള ഒരാളെ ഉപയോഗിച്ചു ആരോ. ഇതാണ് സ്കീം. ഇനി മാത്യൂസ് കൊല്ലപ്പള്ളീൻ്റെ അന്നത്തെ കേസ് ഇപ്പോൾ മറുനാളിൽ വരുന്നത് ഞാൻ ഒന്നുകൂടി ഇടാം. നമസ്കാരം. നവവധുവിനെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2022 ഒക്ടോബറിലായിരുന്നു. കൊല്ലപ്പള്ളി മാത്യൂസിന്റെ ഭാര്യ അനുഷ ആണ് അന്ന് മരിച്ചത്. രാവിലെ 9 മണിയോടെയാണ് അനുഷയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നുവെന്ന്. അനുഷ മരിച്ചു എന്ന് കണ്ടെത്തിയ സമയം ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഉടൻ തന്നെ മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊണ്ടിക്കുഴ കൂവേക്കുന്ന നെടുമല ഡോക്ടർ ജോർജിൻ്റെയും ഐബിയുടെയും മകളായിരുന്നു അനുഷ. ഓഗസ്റ്റ് 18 അനുഷയുടെയും മാത്യൂസിൻ്റെയും വിവാഹം. പ്രണയവിവാഹമായിരുന്നു. പെൺകുട്ടി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നെന്നാണ് ഭർത്താവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞത്. ഇത് പോലീസ് മുഖവിലേക്കെടുത്തു. കല്യാണം കഴിഞ്ഞ് 2 മാസത്തിനകമുള്ള ആത്മഹത്യ. അതിൽ മതിയായ അന്വേഷണം പോലീസ് നടത്തിയതുമില്ല. വധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് ശേഷം ഭർത്താവിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പോലീസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. 2022 ഓഗസ്റ്റ് 18 അനുഷയുടെയും മാത്യൂസിൻ്റെയും വിവാഹം കഴിഞ്ഞ് 2 മാസം തികയും മുൻപ് തന്നെ അനുഷ ആത്മഹത്യ ചെയ്തത് എന്തിനെന്നാണ് കുടുംബം ചോദിച്ചിരുന്നത്. തൊടുപുഴയിൽ +2 പഠിക്കുമ്പോഴാണ് പ്രണയം തുടങ്ങുന്നത്. ഭർത്താവുമായുള്ള ഭിന്നതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് അനുഷയുടെ ബന്ധുക്കൾ ആരോപിച്ചത്. പ്രണയവിവാഹത്തെ അനുഷയുടെ വീട്ടുകാർ എതിർത്തിരുന്നു. എന്നാൽ മാത്യൂസിനെ കല്യാണം കഴിക്കൂ എന്ന നിലപാടെടുക്കുകയായിരുന്നു അനുഷ. പ്രണയവിവാഹമായിരുന്നിട്ട് കൂടി അനുഷയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം പോലീസ് കണ്ടെത്തിയതുമില്ല. മരണ ദിവസം രാത്രി 8 മണിയോടെ ഭർത്താവ് പുറത്തേക്ക് പോയിരുന്നു. ഈ സമയമുണ്ടായ വഴക്കാണ് ആത്മഹത്യക്ക് പ്രേരണയായതെന്നും സൂചനകളുണ്ടായിരുന്നു. ഇതിനപ്പുറം കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും വാദമെത്തി. എന്നാൽ CPMനെ കൂട്ടുപിടിച്ച് മാത്യു നടത്തിയ അട്ടിമറിയിൽ അതെല്ലാം ആരും കാര്യമാക്കിയതുമില്ല. അനുഷയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം അമ്മയാണ് അനുഷയുടെ പഠനവും മറ്റും നോക്കിയത്. അമ്മയ്ക്ക് കേസും മറ്റും നടത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ സാഹചര്യവും മാത്യു മുതലെടുത്തു. അനുഷയ്ക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷകളുമായാണ് മാത്യുവിനെ അനുഷ കല്യാണം കഴിച്ചത്. പ്രണയത്തിന് വേണ്ടി വീട്ടുകാരോട് പൊരുതി. പഠനകാലത്ത് KSUവിലായിരുന്നു മാത്യു. പിന്നീട് SFIയിലേക്കായി. നിരവധി അടിപിടി വഴക്കുകളിൽ മാത്യു ചെന്നുപെട്ടു. ഇത് മനസ്സിലാക്കിയാണ് വിവാഹത്തിന് അനുഷയുടെ വീട്ടുകാർ എതിർനിന്നത്. എന്നാൽ ഒറ്റപ്പിടിയിൽ വിവാഹത്തിലേക്ക് IT ജോലി ഉണ്ടായിരുന്ന അനുഷ എത്തിച്ചു. ബാറടിച്ച് പൊട്ടിച്ച കേസടക്കം മാത്യു കൊല്ലപ്പള്ളിക്കെതിരെയുണ്ട്. ഇതെല്ലാം സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സഹോദരന്മാരും ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും അനുഷ കേട്ടിട്ടില്ല. വിവാഹം ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവത്തിലെ പാളിച്ചകൾ അനുഷ തിരിച്ചറിയുകയായിരുന്നു. ഇതേറെ മാനസിക വിഷമമുണ്ടാക്കി. തിരുത്താനുള്ള ശ്രമവും നടന്നില്ല. മരണ ദിവസം രാത്രിയും ഭർത്താവുമായി പ്രശ്നമുണ്ടായി. ഈ നിരാശ അനുഷയെ ബാധിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ് 7 കൊല്ലത്തിനകം ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെ പ്രതിയാക്കി കേസെടുക്കാൻ വ്യവസ്ഥയുണ്ട്. എന്നാൽ SFI DYFI ബന്ധമുള്ള പ്രതിയെ തൊടാൻ പോലീസും മുതിർന്നില്ല. ഓക്കെ, ഇതാണ് ആ ഒരു അന്നത്തെ ന്യൂസിന് ഇപ്പോൾ വരുന്ന ഡീറ്റെയിൽഡ് ന്യൂസ്. അന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് വന്നിട്ടില്ല. ഈ മാത്യു കൊല്ലപ്പള്ളീൻ്റെ വൈഫ് മരിച്ചതിന് അത്ര ഡീറ്റെയിൽ ന്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴാണ് വരുന്നത്. ഓൾറെഡി ഇങ്ങനത്തെ ഒരു കല്യാണം, ഓക്കെ, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, അതിൽ തന്നെ ഒരു എന്താ പറയുക, കുടുംബക്കാർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നടക്കുന്ന ഒരു കല്യാണം. അതിൽ തന്നെ ഈ ചെക്കനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള ഗുണ്ടായിസം കാണിക്കുന്ന ഒരുത്തനാണ്, കേസുള്ള ഒരുത്തനാണെന്നൊക്കെ അറിയുന്ന രീതിയിലുള്ള സ്കീമുകളൊക്കെ ഇതിൽ ഇൻവോൾവ് ആകുമ്പോൾ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വൈഫ് മരിച്ചു എന്ന് പറയുമ്പോൾ നോർമലി ഒരു എന്താ പറയുക, ഏതൊരു ന്യൂസ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു റൈറ്റപ്പ് ആർട്ടിക്കിൾ എന്താണെന്നുണ്ടെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അവൻ. അപ്പോൾ ഇതിലെന്തെങ്കിലും എന്താ പറയുക ഒരു ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു സ്കീം എഴുതുവിടെ പറയൂടെ എല്ലാവരും. മനസ്സിലായില്ലേ? ഇതിൻ്റെ മുകളിൽ ഒരു ആനപ്പക തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഞാൻ സംശയിക്കുന്നു, ഇതൊരു ആനപ്പകയാണോ അതോ പിണറായി പകയാണോ നിങ്ങൾ സംശയിക്കണം. അത് ആ സംശയത്തിലേക്ക് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷാജൻസ്കറിയയ്ക്ക് തല്ല് കിട്ടിയതിൻ്റെ തലേ ദിവസമാണ് ഇയാൾ ഗ്ലോബൽ അയ്യപ്പൻ, മനസ്സിലായില്ല, അയ്യപ്പ സംഗമം നടക്കുന്നുണ്ടല്ലോ, അതിൽ ഗ്ലോബൽ അയ്യപ്പനാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ അയ്യപ്പൻ, ഗ്ലോബൽ അയ്യപ്പൻ എന്നൊക്കെയാണ് ഞാൻ ഈ സാധനത്തിന് പറയാറ്. അങ്ങനെ അയ്യപ്പ സംഗമം നടക്കുന്നതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത് പിണറായിയുടെ 2018 ശബരിമലയ്ക്കും
അവിടുത്തെ വിശ്വാസികൾക്കും അയ്യപ്പനൊക്കെ ഇയാൾ വെച്ച ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ സ്ത്രീകളെ കയറ്റിയിട്ടുള്ള ആ പരിപാടിക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഈ ഗ്ലോബൽ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ തട്ടിക്കൂട്ടി വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഒരു എന്താ പറയുക ജ്യോതിഷി എങ്ങാണ്ട് പറഞ്ഞു കൊടുത്ത, ഒരു ആസ്ട്രോളജി പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട് എന്തിനാണ് ഈ അയ്യപ്പ സംഘം എന്നുള്ളത്. മനസ്സിലായോ? യുവതീ പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ദേവസ്വമാണ്, ഇഫ് ഐ എം നോട്ട് റോങ്, എന്ത് കൊടുത്തേ അവിടെ ക്ലിയറൻസ് കൊടുത്തത്. അതായത് ആചാര അനുഷ്ഠാനങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രോഗ്രസീവ് ചിന്താഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തുള്ള ദേവസ്വം ബോർഡും ബാക്കി ടീംസൊന്നും ഇങ്ങനൊരു ക്ലിയറൻസ് സാധനം ഇവിടെ കൊടുത്തിട്ടില്ല, കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ വന്നത് ഇവർ പ്രോഗ്രസീവ് ആണല്ലോ, കമ്മ്യൂണിസ്റ്റാണ്, പ്രോഗ്രസീവാണ്, പുരോഗമന ചിന്താഗതിയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്ത് ദേവസ്വം ബോർഡും ബാക്കിയുള്ള ടീംസും എല്ലാവരും കൂടി എല്ലാതും ഇതിനെ ഒരു ഗവൺമെൻറ് മാറുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരാണല്ലോ പിന്നെ ദേവസ്വം ബോർഡിലൊക്കെ വന്നിരിക്കുക, അവർ അനുഭാവികളായിരിക്കും, പിന്നെ വേറെ പൊസിഷനിൽ വരിക. ഇവർ ഈ സംഗതി കൊടുത്തു, യുവതീ പ്രവേശനം നടന്നു. പിന്നെ അത് വലിയ ഇഷ്യൂ ആയി, പണി പാളി എന്ന് മനസ്സിലായപ്പോൾ ഇവരിതെല്ലാം കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചിട്ട് ഇവർ ഓടി. ഇപ്പോൾ ഇതിന്നൊക്കെ ഒരു പ്രായശ്ചിത്തം ചെയ്യണം. അടുത്ത ഇലക്ഷൻ വരാനായി, വോട്ട് ബാങ്ക് സ്ട്രോങ് ആക്കണം, കുറേ വിശ്വാസികളെ കൂട്ടണം, ആൻഡ് കുറേ ഫണ്ട് ഇതേപോലെ ഇതിന് വരണം. അപ്പോൾ പിന്നെ ദേവസ്വവും ബാക്കി സിസ്റ്റം എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അയ്യപ്പ സംഗമം, പ്രത്യേകിച്ച് ഈ മറുനാടനാണ് ഫസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. ഇതേപോലുള്ളൊരു സംഗതി ഉണ്ട്. ഒരു ജ്യോതിഷി പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ പിണറായിയുടെ രോഗം മാറണമെങ്കിൽ, അല്ലെങ്കിൽ പിണറായിക്ക് ഈ പറഞ്ഞ നല്ലത് വരണമെങ്കിൽ, ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അയ്യപ്പ സംഗമം വിളിച്ച് അതിൽ വരുന്ന ആളുകൾക്ക് എന്താണെങ്കിലും മൊത്തത്തിൽ കഴുകി കളയാൻ പറ്റില്ല പാവങ്ങൾ. അപ്പോൾ പിന്നെ നാട്ടുകാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിനുവേണ്ടി നാട്ടുകാരെ ഫുള്ള് എല്ലാ അയ്യപ്പ സ്വാമിമാരെയും വിളിച്ച് വരുത്തി, വിശ്വാസികളും വിളിച്ച് വരുത്തി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ സ്കീമിലാണോ ഈ പരിപാടി നടക്കുന്നതെന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? കോടിക്കണക്കിന് രൂപ വരുമാനം വരാനും അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസാന ഓപ്ഷനുമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇയാളിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇയാളോട് ദേഷ്യം കാണില്ലേ? ഇനി അതിൻ്റെ പേരിലിട്ട് കൊട്ടിയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ആ ഒരു വീഡിയോയും കൂടി മറുനാടൻ്റെ ഞാനിവിടെ വെക്കുന്നുണ്ട്. കർമ്മപരമായ പശ്ചാത്തലം, ശബരിമല ക്ഷേത്രധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിൻ്റെ ശാപഫലം ശക്തമായിരിക്കുന്നു. ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു. ശനി, കേതു, ഗുരു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ്. ആദ്യകാലങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം രോഗം, ബന്ധനം, അപമാനം എന്നീ രൂപങ്ങളിൽ അഭിമുഖമായി വരുന്നു. മരണം, അപമാനം, സ്ഥാനഭ്രംശം, ബന്ധനം, ശാരീരിക പീഡകൾ, പുത്രദുഃഖം, പുത്രവിരഹം, ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു. പ്രശ്നത്തിൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നു. ഇതാണ് ജ്യോതിഷവിധിയാണ്. ദ്രുതപരിഹാരം, ഗോസേവ. ഈ ദ്രുതപരിഹാരമാണ് നേരത്തെ നിർദ്ദേശിച്ചത്. വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കുക, 108 ഗോപൂജ നടത്തുക, പൂജാദ്രവ്യങ്ങൾ പുല്ല്, വാഴപ്പഴം, ശർക്കര, മഞ്ഞൾ വെള്ളം നിത്യവും ഗോപൂജാ മന്ത്രം ജപിക്കുക. ഇതൊക്കെ ചെയ്തു. ശാസ്താപ്രീതി ഹോമം, അഗ്നിപ്രവേശനത്തിന് 108 ദ്രവ്യങ്ങൾ സമർപ്പിക്കുക. മന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം 1008 തവണ ജപിക്കുക. ദേവിയുടെ പദം മുറുക്കി പിടിക്കുക. ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കുക. മഹാപരിഹാരം, ഇത് ദ്രുതപരിഹാരമായിരുന്നു. ഇനി മഹാപരിഹാരം, അന്നദാനം. 1008 സ്വാമിമാർക്ക് നിത്യവും അന്നദാനം ചെയ്യുക. കൂട്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ ദോഷം ഭക്തരിലേക്ക് വ്യാപിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ അവരെ അവിടെ ഇടിച്ചുകൂട്ടി അന്നദാനം ചെയ്യുകയാണ്. ഈ അന്നദാനം നടത്തുന്നതോടുകൂടി ദോഷം പലർക്കായി ബാധിച്ചു കൊടുക്കുന്നു. വസ്ത്രദാനം, 108 ഗുരുസ്വാമിമാർക്ക് നവവസ്ത്രം സമർപ്പിക്കുക. ഇത് ദോഷം യജമാനന്റെ ശരീരത്തിൽ നിന്നും അകറ്റുന്നു. ഇതിന്റെ ഭാഗമായി വസ്ത്രദാനവും സ്വാമിമാർക്ക് കൊടുക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത്. മൃത്യുഞ്ജയ ഹോമം, രോഗനിവാരണത്തിന് ഇത് അത്യാവശ്യമാണ്. ഓരോ പൂജാരി മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കണം. ശനിശാന്തി ഹോമം, ശനിദോഷം ഇല്ലാതാക്കാൻ എള്ള്, കറുത്ത വസ്ത്രം, എണ്ണ എന്നിവ സമർപ്പിക്കുക. കറുത്ത വസ്ത്രം ധരിച്ച് ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യുക. സദാ കറുപ്പ് ധരിക്കുക. അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കുക. മനസ്സിലായോ? പിണറായി വിജയൻ എന്തിനാണ് കറുത്ത വാഹനം വാങ്ങിയതെന്ന് മനസ്സിലായോ? പെട്ടെന്ന് അദ്ദേഹം വലിയൊരു കറുത്ത വാഹനം മാറി. ഈ ജ്യോതിഷപ്രകാരമാണ്. തീർന്നില്ല, അടുത്തത് കലശാഭിഷേകം. 108 കളശങ്ങളിൽ തീർത്ഥം നിറച്ച് ശാസ്താവിനെ അഭിഷേകം ചെയ്യുക. ഇതിന് ശേഷം ദീപാരാധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. സാമൂഹ്യ പരിഹാരം, കേൾക്കണം, കൃത്യമായി കേൾക്കണം. അടുത്തത് ഭജന സംഗമം. 1008 ഭക്തർ ഒന്നിച്ചുകൂടി 12 മണിക്കൂർ തുടർച്ചയായി ശരണം വിളി ജപിക്കുക.
ശരണമെന്ന ശബ്ദത്തിൽ ദോഷം വിലയം പ്രാപിക്കുന്നു. ആഗോള സഹഭജനം, ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം നടത്തുക, ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്നും അകറ്റുന്നു. ഇതിനാണ് ആഗോള സംഗമം നടത്തുന്നത്. ആഗോള സംഗമം എല്ലായിടത്തും ആൾ വരണം. സമൂഹത്തിൽ അന്നദാനം നടത്തുക, ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചാൽ പോലും അതില്ലാതാകും. രാജാവിന്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം. സ്വന്തം കൈകൊണ്ട് വിളമ്പി നൽകിയാൽ ഗുണം കൂടും. രാജാവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കൂടി വിളമ്പിയാൽ ഗുണം കേട്ടല്ലോ. കറുത്ത കാറും പശുത്തൊഴുത്തും അയ്യപ്പ സംഗമവും ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെ ഒരു കോൺസ്പിറസിയും കൂടി മറുനാടൻ കൊണ്ടുവന്ന് വെച്ചൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ തല്ല് വരുന്നതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിൽ. ഓക്കെ, ഇനി ഞാൻ വേറൊരാളാണ്. JBI TV സ്വയം വളരെ പ്രോഗ്രസീവാണ്, സ്വയം ഇവിടുത്തെ ഏറ്റവും വലിയ നിഷ്പക്ഷനാണ്, ഭയങ്കര പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഹൈപ്പർ പ്രോഗ്രഷൻ്റെ അറ്റമാണ് ഇയാളെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാറ്. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെ കേസ് വരുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾ പ്രോഗ്രസീവ് ആവാൻ ശ്രമിക്കാറുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പ്രോഗ്രഷൻ്റെ തന്തയെന്ന് ഞാൻ പറയാറില്ല. മനസ്സിലായോ? ഞാൻ ഹൈപ്പർ പ്രോഗ്രസീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ ചിന്തിക്കുന്ന വ്യക്തിയാണെന്നൊന്നും ഞാൻ എവിടെയും പറയല്ല. ട്രൈങ് ടു ബി എ പ്രോഗ്രസീവ് പേഴ്സൺ. ഈ സൊസൈറ്റി മാറുമ്പോൾ അതിൽ പ്രോഗ്രസീവായിട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ JBI TV അങ്ങനെയല്ല. JBI TV നന്മമരത്തിൻ്റെ നിറകൂടമാണ്. സ്വയം മറ്റേ പ്രഖ്യാപിത പ്രോഗ്രഷൻ്റെ ഏറ്റവും മൂത്ത വേർഷനാണ്. നിഷ്പക്ഷതയുടെ ഏറ്റവും അവസാനത്തെ വാക്കാണ് JBI TV. മനസ്സിലായില്ലേ? അങ്ങനത്തെ JBI TV ഈ മറുനാടൻ വിഷയത്തിലൊരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. എൻ്റെ മോനെ, ആ വീഡിയോനകത്ത് ഇയാൾക്ക് ഭയങ്കര സ്കീം. അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഒരു വീഡിയോനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ ഏജ് പറഞ്ഞ് തന്താന്നോ അല്ലെങ്കിൽ കിളവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പ്രോഗ്രസീവായി ചിന്തിക്കുന്നവരങ്ങനെ ചെയ്യില്ല. മനസ്സിലായില്ല? ഒരിക്കലും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾ വേറൊരാളുടെ ഏജ് വെച്ച് കളിയാക്കുക, അയാളെ ഡിസ്റെസ്പെക്ട് ചെയ്യുക ചെയ്യില്ല. അയാൾ ഇനി എന്തൊക്കെ ചെയ്ത ഒരാളാണെങ്കിലും, ഇനി വല്ല കൂട്ടിക്കൊടുപ്പ്, കൊലപാതകി അല്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിച്ച് അങ്ങനത്തെയൊക്കെ എക്സ്ട്രീം സാധനങ്ങൾ ചെയ്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? തെറി വിളിക്കും, തന്തയ്ക്ക് വിളിക്കും, തെറി പറയും. ഇതിപ്പോൾ ആഫ്റ്റർ ഓൾ ഒരു വീഡിയോ ഇടുന്ന JBI TV പോലെ തന്നെ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ കാര്യങ്ങളിൽ ന്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തി ഇവൻ്റെ സുഹൃത്താണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് പിന്നെ അതും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവൻ തുടങ്ങി വെക്കുന്നവൻ്റെ തമ്മിൽ ഇങ്ങനെയാണ്: മറുനാടൻ കയ്യിലിരിപ്പ് മോശമായ തല്ലുകൊള്ളി കിഴവൻ. എങ്ങനെയുണ്ട്? തല്ലുകൊള്ളി കിഴവൻ എന്ന് വലിയ അക്ഷരത്തിൽ. ഇവനാണോ ഇത്ര കാലം ഈ യൂട്യൂബിൽ ഇരുന്നിട്ട് പ്രോഗ്രസീവാണ്, പ്രോഗ്രഷൻ്റെ അറ്റമാണ് ഞാനാണ് ഏറ്റവും വലിയ പ്രോഗ്രസീവ് സാധനം എന്നുള്ളത് കാണിച്ചു കൂട്ടാൻ വേണ്ടി ചെയ്തിരുന്നത്? അങ്ങനെയുള്ള ഈ JBI ഒരിക്കലും ഈ സാധനം ചെയ്യരുതായിരുന്നു. ഓക്കെ, മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, ഓക്കെ, ഈ മാത്യു കൊല്ലപ്പള്ളിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, മറുനാടൻ്റെ വീഡിയോ കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സൊസൈറ്റിയോട് വന്ന് പറയാം. കാരണം നിങ്ങൾക്ക് അയാളെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കും കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ അതിന് പകരം എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് മറുനാടനോടുള്ളത് പോലെ ഇയാൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കിളവെന്നും മറ്റൊന്നും വിളിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ സൈഡ് കാണണം അതിൽ നല്ല ഊറ്റൻ ചീത്ത വിളിയും തെറി വിളി ഇയാൾക്ക് കിട്ടിയപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ട് ആശ ഓടി. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, കമൻറ്റ് ബോക്സ് ഒക്കെ ആ വീഡിയോയുടെ ഓഫാക്കി വെച്ച് ഇന്നൊരു വീഡിയോ ഇട്ടുണ്ട്, കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാക്കി വെച്ച് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ആലോചിച്ച് നോക്കുക. അതായത് ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നടു റോട്ടിൽ അടി കിട്ടി, ഒരു ന്യൂസ് ചെയ്തതിന് നടു റോട്ടിൽ അടി കിട്ടിയതിന് അത് അടി കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അടി കിട്ടേണ്ട കാര്യമാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു അയാളെക്കുറിച്ചുള്ള നെഗറ്റീവ് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എമ്മാതിരി ഹിപ്പോക്രസിയാണ്. എന്താണെങ്കിലും ഈ ഇവൻ ഇട്ട വീഡിയോ, JBI TV അന്ന് ഇട്ട വീഡിയോ ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാട്ടാ. ഏതൊരു ഭരണം വന്നാലും താഴെ ഇറക്കാനായിട്ട് എപ്പോഴും ഒരു സൈഡിൽ ശക്തരായിട്ടുള്ള
പ്രതിയോഗികളുണ്ടാവും. അവർക്ക് ഒപ്പം നിന്നിട്ട് അവർക്ക് അങ്ങോട്ട് സ്തുതി പാടുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് പാദസേവ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള തടയലുകൾ തടയും. ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യത്ത് അവരുടെ കൂടെ നിന്ന് കളസം താങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പണി എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന മുതിർന്ന മുറ്റിയ മാധ്യമ കിഴവൻ മാത്രമാണ് ഈ മറുനാടൻ ഷാജൻ. ബലമില്ലാതെ പലയിടത്തോട്ടും വളഞ്ഞു നിന്നതിനും താഴ്ന്നു നിന്നതിനും കുനിഞ്ഞു നിന്നതിനും ഒക്കെയുള്ള പ്രതിഫലമാണ് ഇപ്പോൾ ഈ വാഴ്ത്തിപ്പാടുന്ന ഇയാളുടെ ചുറ്റിലുമുള്ള ആ ഒരു വലിയ സ്തുതിപാഠകരൊക്കെ. അല്ലാതെ ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ വെറുതെ കരക്കമ്പി അടിച്ചു വിടുന്ന വെറും കിഴവൻ മാധ്യമപ്രവർത്തനായിട്ട് മാറരുത്. ആളുകൾ അടിക്കും. കിഴവൻ മാധ്യമപ്രവർത്തകനായിട്ട് മാറരുത്, മഞ്ഞക്കിഴവനാവരുത്, കുനിഞ്ഞു നിൽക്കുക, വളഞ്ഞു നിൽക്കുക. ഇതാണോടാ JB എൻ്റെ ഇത്രകാലമുള്ള പ്രോഗ്രഷൻ? അല്ല, ഈ ഇങ്ങനെ ചില വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് വൻ രീതിയിലുള്ള പ്രോഗ്രസീവ് തോട്ട്സ് ഒക്കെ പറയാറുണ്ട്. ചില വാക്കുകളൊക്കെ നമ്മളെ വായന്ന് വീണ് പോകുമ്പോഴോ ചില കാര്യത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എടുത്തു വെച്ചിട്ട് ഞാൻ നിഷ്പക്ഷൻ, ഞാൻ നന്മപരം, ഞാൻ അങ്ങനെ ഒരാളെയും പറയില്ല, നമ്മൾ പ്രോഗ്രസീവായിട്ട് ആൾക്കൂട്ട വിചാരണ. ആൾക്കൂട്ടത്തിൽ ഒരാളെ ഒരു ന്യൂസ് ചെയ്തതിന് അയാളെ വളഞ്ഞിട്ട് തല്ലിക്കൊല്ലാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് അത് പ്രോത്സാഹിപ്പിക്കുകയാണ് സ്വന്തം സുഹൃത്ത് എന്നുള്ള രീതിയിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താൻ എക്സ്പോസ് ആയില്ലേ, തൻ്റെ ഡബിൾ ഫേസ് ഇവിടെ തീർന്നില്ലേ? ഇനി അതിൻ്റെ മുകളിൽ ഒരു കരഞ്ഞു മെഴുകിയൊരു 4 വീഡിയോ ഞാൻ അങ്ങനെ പറഞ്ഞത് അതിൻ്റെ തംബ്നെയിൽ മാറ്റിയിട്ടോ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടോ, കമൻറ്റ് ബോക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഓൺ ആക്കി ഇടാനുള്ള ഒരു മാന്യതയും ചങ്കൂറ്റവും കാണിക്കടേ. മനസ്സിലായില്ലേ? അതെങ്കിലും ഓണാക്കിയുള്ള ചങ്കൂറ്റം കാണിക്കും. അതിൽ വരുന്ന ക്രിറ്റിസിസം നേരിടാനുള്ള ചങ്കൂറ്റെങ്കിലും JB TV കാണിക്കും. അല്ലാതെ ഹിപ്രോക്രസി തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവൻ അടി കിട്ടണം, അവൻ മറ്റേ വീഡിയോ ചെയ്തവൻ അവൻ അടി കിട്ടണം. നീ ചെയ്ത വീഡിയോയിൽ നിനക്ക് വിമർശനങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിമർശനം ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം JB TV വേണം. വേണ്ടേ? അത് കാണിക്കില്ല. അപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടാണ് ഓടി തള്ളി, കണ്ടം തള്ളി. ഇനിയിപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഷാജൻസ്കറിയെ താങ്ങിയാണ് ഞാൻ, ഷാജൻസ്കറിയെ സപ്പോർട്ടറാണെന്ന് ഞാൻ താൻ വന്നിരുന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. മനസ്സിലായില്ല? എനിക്കതൊരു വിഷയമേ അല്ല. കാരണം ഞാൻ നിന്നെപ്പോലെ തംബ്നെയിൽ മാറ്റാനും പോകുന്നില്ല, ടൈറ്റിൽ മാറ്റാനും പോകുന്നില്ല, കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെക്കാനും പോകുന്നില്ല. അല്ല, ഇങ്ങനെ നന്മമരവും ഇത്രയും പ്രോഗ്രഷനൊക്കെ പറയുന്ന ഒരുത്തൻ്റെ വായെന്നാണ് ഈ കുനിഞ്ഞു നിന്നു, മറ്റത് നിന്നു, കിളവൻ എന്നൊക്കെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോഴേ നീ പൊളിയുന്നൊന്നും എനിക്കൊന്ന് മനസ്സിലായത് ഒരു സന്തോഷമുണ്ട്. 4 ആളെ അറിയിക്കണമല്ലോ. കാരണം എത്ര കാലം ഇങ്ങനെ നടക്കാൻ പറ്റും ഫേക്ക് കോളിയായിട്ട്? ഇപ്പം നീ പൊളിഞ്ഞു. കാരണം എന്താ? സ്വന്തം സുഹൃത്തിനെതിരെയാണല്ലോ സാധനം വന്നത്. അപ്പോൾ പൊളിയുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പറയാം, അറിയുന്ന കാര്യങ്ങൾ പുറത്ത് അറിയിക്കാം. ഇപ്പോൾ നിനക്ക് ഈ ആളെ അറിയാം, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നീ ചെയ്തോ. ഒരു വിഷയമുള്ള കേസല്ല. അതൊരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് നാളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ചെയ്യും, നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിനോടും ചെയ്യാം, നമുക്ക് ചെയ്യാം. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ, ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് അവിടെ നീ പൊളിഞ്ഞു പോകുമ്പോൾ പിന്നെ എന്തിനാണ് JB TV ഇത്ര കാര്യങ്ങൾ? പിന്നെ എന്തിനാണ് വീഡിയോ ഇടുന്നത്? കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കേണ്ട കാര്യം പിന്നെന്താ? അല്ല, പിന്നെ വീഡിയോ ഇടാൻ വരരുത്, സ്വയം പ്രഖ്യാപിത നന്മമരമാവരുത്. പിന്നെ ഞാൻ എന്താ പറയുക, എല്ലാവരും കൈയടിക്കുമ്പോൾ ഞാൻ വഴി മാറിപ്പോകുന്ന ഒരാളാണ്, ഗാലറിക്ക് എതിരായിട്ട് വീഡിയോ ഇടാനാണ് എനിക്ക് താല്പര്യം. ഇങ്ങനെയൊക്കെ ആയിരുന്നു പല സംസാരങ്ങളും ഉണ്ടായിരുന്നത്. അല്ല, എനിക്കിത് സത്യം കണ്ടപ്പോൾ ഞാൻ ഒട്ടും എൻ്റെ ഈ ഒരു ഏറ്റവും കൂടുതലുള്ള ഒരു സങ്കടവും ദേഷ്യം വരുന്നത് എങ്ങനെ അറിയോ? JB TV പറഞ്ഞതിൽ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറ് എന്താ വെച്ചെങ്കിൽ, ചില കാര്യങ്ങൾ JB പറയുന്ന പോലെ പറയാമായിരുന്നു. സീരിയസ്ലി മാൻ, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ മെച്യൂറായിട്ട് ആ ലാംഗ്വേജ്, ആ ഒരു കൊണ്ടുപോകുന്ന സ്കില്ല്, അതിവിടുത്തെ പല ചാനലുകളും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെച്യൂർ സ്പേസിൽ ഇരുന്നുകൊണ്ട് നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ, അതായത് കേൾക്കുന്ന ആളുകൾക്ക് ഒട്ടും അരോചകമല്ലാത്ത രീതിയിൽ, ആർക്ക് കേട്ടാലും കാര്യം മനസ്സിലാവുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് വെച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ JB TV. ആ വ്യക്തിയുടെ വായന ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് സത്യം പറയാൾ ഇയാൾ എന്തെന്ന് ഈ പറയുന്നത് തോന്നും. എനിക്കതാണ് സത്യത്തിൽ തോന്നിയത് ഇവിടെ. മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ചെറുപ്പക്കാരനും അവൻ്റെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ തേവര കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന സമയത്താണ് മാത്യൂസ് കൊല്ലപ്പള്ളി അവിടെ ജോയിൻ ചെയ്യുന്നത്. ആദ്യം KSUകാരനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, പിന്നീട് SFIയിലേക്ക് മാറുന്നു. എന്തൊക്കെയാണെങ്കിലും അവിടെയുള്ള കുട്ടികൾക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇതിനുശേഷം ഇവൻ്റെ ഒരു പ്രണയം വിവാഹത്തിലേക്ക് കിടക്കുന്നു. പ്രണയം എന്നൊക്കെ പറയുന്നത് +2 തൊട്ടുള്ള ഒരു പ്രണയമാണ്. ആ ഒരു പെൺകുട്ടിക്ക് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അച്ഛൻ്റെ മരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടായിരിക്കാം, ഇടയ്ക്കൊക്കെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്ന, കൂട്ടുകാർക്കടക്കം നേരിട്ടറിയാവുന്ന ഒരു പെൺകുട്ടിയാണിത്. അപ്പോൾ ഈ പെൺകുട്ടി വിവാഹത്തിന് ശേഷം 2 മാസത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മഞ്ഞ മാധ്യമങ്ങൾ
അവരുടെ ഒരു രീതികൾ അനുസരിച്ചിട്ട്, മുന്നേ ഉള്ള കേസുകളിലേക്ക് ഒരു രീതികൾ അനുസരിച്ചിട്ട് ഭർത്താവിനെതിരെ തിരിയും. പലപ്പോഴും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ടിന് ഇടം കൊടുക്കുകയും ചെയ്യാം. പക്ഷേ യാതൊരുവിധ തെളിവില്ലാതെ ഈ പയ്യൻ SFI-കാരനായതുകൊണ്ട്, ഈ പയ്യന്റെ പാർട്ടി അനുഭവം എന്നീ കാരണങ്ങൾ കൊണ്ട് ഇയാൾ ഈ പയ്യനെ അങ്ങ് ടാർഗറ്റ് ചെയ്തു. മാധ്യമ കാരണവരല്ലേ, കരക്കമ്പി അടിക്കുന്നവനല്ലേ. അയാൾ നോക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ 1-2 അടിപിടി കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ട്. കോളേജിലേക്ക് പോകുന്ന പിള്ളേർ പാർട്ടിയിലൊക്കെ സജീവമാകുന്ന സമയത്ത് ഇത്തിരി തിളപ്പുകൊണ്ട് ചില പരിപാടികളൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതേപോലെ നാട്ടുകാർക്കൊക്കെ, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള കരക്കമ്പി അടിക്കുന്ന ഇതുപോലുള്ള കളവന്മാർക്ക് ഏതെങ്കിലും ചെറുപ്പക്കാരെ താല്പര്യമുണ്ടോ? ഈ ചെറുപ്പക്കാരന് ഈ പെൺകുട്ടിയുടെ രോഗത്തെക്കുറിച്ചിട്ട് അറിയായിരുന്നു. കൂട്ടുകാർ പലരും ഇയാളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്തൊക്കെ അയാളുടെ ആ ഒരു സ്നേഹം കൊണ്ട്, അയാളുടെ പ്രണയം കൊണ്ട് ആ പെൺകുട്ടിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. കോവിഡിന്റെ സമയത്തൊക്കെ അയാളെടുത്ത ചലഞ്ചുകളൊക്കെ നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. കൂടെ നിന്ന് മെന്റലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതിൻ്റെയൊക്കെ രേഖകളൊക്കെ വെച്ചിട്ടാണ് ഈ പോലീസിന്റെ സംശയത്തിൽ നിന്നിട്ട് ഇയാൾ രക്ഷപ്പെടുന്നത്. അല്ലാതെ ഒരു പാർട്ടിയും ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു വേദനയിൽ ആ പെൺകുട്ടി മരിച്ചതിൻ്റെ പിറ്റേന്നാണ് ഇയാൾ ഈ വ്യാജ വാർത്ത പടച്ചുവിടുന്നത്. ഇവർ ഇത്ര കാലങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. പ്രണയിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിന്, പെൺകുട്ടിയുടെ കുടുംബത്തിന് ഈ ചെറുപ്പക്കാരനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പെൺകുട്ടിയുടെ ഒറ്റ നിർബന്ധത്തിലാണ് വിവാഹമൊക്കെ നടക്കുന്നത്. ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് ആ ഒരു പെൺകുട്ടിക്ക് അറിയായിരുന്നു. അയാളുടെ കോളേജ് കാലവും അയാളുടെ സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയായിരുന്നു. കുട്ടിയെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ദേഷ്യം വരുമോ ഇല്ലയോ? അവൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്ന സമയത്ത് അവന് ദേഷ്യം വരുമോ ഇല്ലയോ? ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. നിയമവിധേയമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ മാധ്യമ ഭീകരതയ്ക്കെതിരെ. അതുകൊണ്ട് സ്വന്തം ജീവിതം പണയം വെച്ചിട്ട് ഇവനെയൊക്കെ അടിക്കുകയോ കൊല്ലുകയൊക്കെ ചെയ്യാനായിട്ട് വരെ ആളുകൾക്ക് തോന്നാം. നിയമത്തിൻ്റെ കണ്ണിൽ മാത്യൂസ് കുറ്റക്കാരനാണ്. പണ്ടത്തേതുപോലെ വെറുതെ ആരോപണമല്ല, തല്ലിയിട്ടാണ്. അവൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അനുഭവിച്ചോളും, കുഴപ്പമൊന്നുമില്ല. വെറുതെ ഇവനെ പോലുള്ളവന്മാരുടെ ഭീകരതയ്ക്ക് മുന്നിൽ വീണ് കിടന്ന് അനുഭവിക്കുന്നതിനേക്കാളും നല്ലതാണ് 2 എണ്ണം കൊടുത്തിട്ട് അകത്ത് പോയി. എങ്ങനെ ഇരിക്കുന്നു? ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടിയുടെ കാര്യങ്ങൾ ഇനി പറയാൻ ആരുമില്ല. മാത്യുവിൻ്റെ ഭാഗം മാത്രമാണല്ലോ ഇനി പുറത്തു വരിക, കുട്ടീൻ്റെ ഭാഗം വരില്ലല്ലോ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ആ കേസിൽ ഇതേപോലൊരു സംശയം ആരോപിച്ചു എല്ലാവരും. കാരണം ഇയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് സംശയം ആരോപിച്ചത്. ഇപ്പം നീ വന്ന് പറയുന്നു ഈ കുട്ടിക്ക് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു ഫേസ് ഉണ്ടെന്നും അതൊക്കെ കണ്ടും ആ കുട്ടിയെ അറിഞ്ഞുമാണ് ഇയാൾ കല്യാണം കഴിച്ചതെന്നും നല്ല രീതിയിൽ നോക്കിയെന്നും പിന്നെ ആ കുട്ടി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ വേർഷൻ. ഫൈൻ, അതൊക്കെ ആക്സെപ്റ്റബിൾ ആണ്. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് ഇവരായിട്ട് അറിയാത്തത് കൊണ്ടോ നമുക്ക് അതിൻ്റെ സോഴ്സ് കിട്ടാത്തതുകൊണ്ടോ നിങ്ങൾ പറയുന്ന സോഴ്സിൽ ആ പയ്യൻ്റെ ഭാഗവും അല്ലെങ്കിൽ അവരുടെ ഭാഗവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ആനപ്പക തോന്നി. ആ സമയത്ത് മറുനാടൻ ചെയ്ത വ്യാജ വാർത്തയിൽ മുകളിൽ മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് ഷാജൻ സ്കറിയോട് ഭയങ്കരമായിട്ടുള്ള ആനപ്പക തോന്നി, കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ മോനെ ഇപ്പം ഈ വന്ന് ഈ സംസാരിക്കുന്നത്? ഇത്ര കാലം ഈ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ പ്രോഗ്രഷൻ മൊത്തം പൊളിഞ്ഞു പോയില്ലേ ഉട്ട? അതല്ലേ ഇപ്പം ഉണ്ടായത്? ഞാനൊക്കെ ഇടയ്ക്ക് ഏതെങ്കിലും വീഡിയോൻ്റെ ഇടയിൽ പറയാറുണ്ട്, 4 ആൾ പിടിച്ച് വരുത്താൻ, ഞരമ്പനെ പിടിച്ച് തല്ലുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആളുകളെ പിടിച്ച് പറയുമ്പോഴൊക്കെ അവന് എൻ്റെ കിട്ടണം, തല്ല് കിട്ടണം, പൊട്ടി. നമ്മളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത്ര ഹൈപ്പർ പ്രോഗ്രഷൻ്റെ ഫേസ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകളൊന്നുമല്ല. മനസ്സിലായില്ലേ? പക്ഷെ നീ അങ്ങനെയല്ല. നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ സംഗതി. ഈ ആൾക്കൂട്ട വിചാരണയും അല്ലെങ്കിൽ മോബായിട്ട് ഒരാളെ ക്രിയേറ്റ് ചെയ്ത് തല്ലുന്നതോ അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ ഭയങ്കര ഹീറോയിസമായിട്ട് വന്നിരുന്ന് പറഞ്ഞ് കിട്ടും, അടി കിട്ടും. ഇപ്പോൾ കേസിനകത്ത് പോയത് എന്താ? തച്ചിട്ടാ പോയത്. എന്ത് JB ഇത്? ഇതാണോ പ്രോഗ്രഷൻ്റെ മുഖം എന്ന് പറയുന്നത്? ഇതാണോ JBയുടെ പ്രോഗ്രഷൻ്റെ മുഖം? സത്യത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടപ്പോണ്ടല്ലോ നീയും ഒരു എന്താ പറയുക, നമ്മളെപ്പോലെ ഒരു നോർമൽ മനുഷ്യൻ അല്ലെ, അതിലും കൂടുതൽ നിനക്ക് ഒന്നുമില്ല, ഒരു പ്രോഗ്രഷനും ഇല്ല, ഒന്നുമില്ല. പ്രോഗ്രസീവ് ആവുക എന്ന് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നീ അത് ശ്രമത്തിനിടയിൽ നീ ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് അതാണ് സത്യത്തിൽ തോന്നിയത് കണ്ടപ്പോൾ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 10 വീഡിയോ ഇട്ടിട്ട് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, നീ എൻ്റെ ഈ വീഡിയോ എടുത്ത് വെച്ച് കൊണ്ടുപോയിട്ട് എനിക്കൊരു 10 വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എനിക്ക് ഇനി ഒരു റെസ്പോൺസ് തരും. ഇത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ എന്നോട് പറഞ്ഞു. കാരണം ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ തിരുത്തില്ല. മനസ്സിലായില്ല? എനിക്ക് ഇനി ഇതേപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ആവും. ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് പോയാലും എനിക്ക് കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. കാരണം എൻ്റെ ഓഡിയൻസിനകത്ത് എനിക്കുള്ളൊരു ഇമ്പാക്റ്റ് അങ്ങനെയാണ്. JBIക്കുള്ളൊരു കോർ ഓഡിയൻസ് ഉണ്ട്, ഒരു 10,000 20,000 ഒരു ഓഡിയൻസ്, ഒരു വ്യൂവർഷിപ്പ്. അവരെന്ത് കാര്യത്തിലും JBI എന്ത് പറയുന്നു, അതായത് ഒരു മെച്യൂർ പ്രോഗ്രസീവ് ഫേസിൽ ഇയാൾ എന്ത് സംസാരിക്കുന്നു. ഇപ്പം നമ്മളെ ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉള്ള വാക്ക് വിളിച്ച് പറയാം, ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ അതൊക്കെ സോർട്ടഡ് ആയിട്ട് വരുന്ന ഒരു JBIയുടെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. ആ വ്യൂവർഷിപ്പിനെ പോലും
ഒരുമാതിരി ചതിക്കുഴിയിൽ കൊണ്ടുവരുന്ന പോലെയാണ് നിൻ്റെ ആ ഒരു വീഡിയോ ഷാജൻ സ്കറിയ വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ വീഡിയോ ആണെന്നുണ്ടെങ്കിലും അത് ന്യായീകരിച്ച് മെഴുകുന്ന ഒരു സാധനവുമാണ്. അപ്പോൾ ഒരു കുറച്ചൊക്കെ അവനാൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഇങ്ങനെ പൊട്ടുന്നുള്ളത് മനസ്സിലായി. പ്രോഗ്രഷൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് സുഹൃത്തുക്കളെ കാര്യം വരുമ്പോൾ അപ്പം അങ്ങനെ പറയുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലായി. ഇനി കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പോൾ ആ സ്പേസിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ പറയുകയാണ്, എനിക്കിതൊരു ആനപ്പകയായിട്ടൊന്നും തോന്നുന്നില്ല മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ. ഇത് ആനപ്പകയൊന്നുമല്ല, ഒരു പൂച്ചപ്പക ഉള്ള ഒരാൾ, അയാൾക്ക് തരം കിട്ടിയ ഷാജൻ സ്കറിയെ പൊട്ടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു ആംഗിളിൽ ഒരു മാനിപ്പുലേഷൻ കൂടി കിട്ടിയ സമയത്ത് ഷാജൻ സ്കറിയ ഒതുക്കത്ത് കിട്ടിയപ്പോൾ അപ്പം പ്ലാൻ ഇട്ടിട്ട് 2 പൊട്ടിക്കാൻ നോക്കി. അത് പാളി. ഇനിയിപ്പോൾ അത് പാളിയത് കൊണ്ട് അവൻ്റെ ജീവിതം പോകുന്നോ അല്ലെങ്കിൽ അവൻ കാലാകാലം അകത്ത് കിടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അവന് ചിലപ്പോൾ ആനപ്പക വരാം ഷാജൻ സ്കറിയക്കെതിരെ. കാരണം അവനെക്കുറിച്ചുള്ള കുറേ ന്യൂസുകൾ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ കേസുകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു ആനപ്പക വേണമെങ്കിൽ മനസ്സിൽ കയറാം. മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊരു ആനപ്പക വെച്ച് ഞാൻ പറഞ്ഞ തീർക്കാൻ, ആനപ്പക വെച്ച് തീർക്കാനുള്ളവനാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഡോർ തുറന്ന് പറഞ്ഞാൽ ടൂൾ എടുത്ത് കുത്തി തീർത്തിട്ടുണ്ടാവും. അതാണ് ആനപ്പക എന്ന് പറയുന്നത്. അങ്ങനെയാണ് തീർക്കാനുള്ള ഒറ്റയ്ക്ക് തീർക്കുക. ഇതല്ല, ഇത് വേറെ എന്തിൻ്റെയൊക്കെയോ ഒരു ഇതിൻ്റെ മുകളിൽ 2 പൊട്ടിക്കണം, അതൊന്നൊരു പേടിപ്പിക്കണം, എന്നാൽ സ്വന്തം ആ ഒരു ദേഷ്യവും മാറിക്കിട്ടും എന്നുള്ള സ്കീമിൻ്റെ മുകളിൽ മാത്രം ഇറങ്ങി തിരിച്ച ഒരു 3-4-5 ആൾക്കാരെ നേതൃത്വം കൊടുത്തൊരു വ്യക്തി. അയാൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു പ്രീവിയസ് സാധനം പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ. എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായി, പിണറായിസത്തിനെ കുറിച്ചും ഇവിടുത്തെ പിണറായിസത്തിൻ്റെ എക്സ്ട്രീം വയലൻറ്റ് ഫേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തല്ലാനും കൊല്ലാനും ആളുകൾ വരും എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. വന്നോട്ട് ഇപ്പം അല്ല, അതിപ്പോൾ എന്ത് ചെയ്യാനാ? കൊന്നിട്ട് പോവാണെങ്കിൽ കൊന്നിട്ട് പോട്ടെ, പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്.